എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഗാനോദയത്തിലേക്ക് സ്വാഗതം. ഇന്നും നമ്മോടൊപ്പം തദേവുസ് അച്ഛനുണ്ട്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ അനുഭവങ്ങൾ, സംഗീത ജീവിതത്തിലെ അനുഭവങ്ങൾ എല്ലാം പങ്കുവയ്ക്കാൻ അദ്ദേഹം തൻ്റെ സജീവ സാന്നിധ്യം നൽകി ഈ എപ്പിസോഡിനെയും ധന്യമാക്കിയിരിക്കുന്നു. നമുക്ക് വളരെ സ്നേഹത്തോടെ അദ്ദേഹത്തെ ഗാനോദയത്തിലേക്ക് സ്വാഗതം ചെയ്യാം. വീണ്ടും സ്വാഗതം. കർത്താവാം യേശുവിൽ വിശ്വസിച്ചിടുകിൽ നീയും നിൻ കുടുംബവും രക്ഷ പ്രാപിക്കും. തിരുവചനം കേൾക്കാനും തിരുവഴികൾ തേടാനും നാഥൻ വിളിച്ചിടുമ്പോൾ വരുവിൻ തിരുസവിധേ. കർത്താവാം യേശുവിൽ വിശ്വസിച്ചിടുകിൽ നീയും നിൻ കുടുംബവും രക്ഷ പ്രാപിക്കും. തിരുവചനം കേൾക്കാനും തിരുവഴികൾ തേടാനും നാഥൻ വിളിച്ചിടുമ്പോൾ വരുവിൻ തിരുസവിധേ. അച്ഛൻ വേറെ പാട്ടുകൾ ഇതുപോലെ മ്യൂസിക് ചെയ്തിട്ടുണ്ട്. കുഞ്ഞുമനസ്സിൻ നൊമ്പരങ്ങൾ, കുഞ്ഞുമനസ്സിൻ നൊമ്പരങ്ങൾ, അത് മ്യൂസിക് അച്ഛൻ തന്നെയാണ്. അത് ഇതുപോലെ തന്നെ മലയാറ്റൂർ അടിവാരത്ത് പള്ളി ഇരുന്നപ്പോൾ ഒരുപാട് കുഞ്ഞുങ്ങളവിടെ പല കാരണം കൊണ്ട് വിഷമിക്കുന്നുണ്ടായിരുന്നു. പ്രത്യേകിച്ചും മദ്യപാനത്തിൻ്റെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന അപ്പന്മാരൊക്കെ ഉള്ളവർ. അപ്പോൾ അതുങ്ങളൊന്നും ഇങ്ങനെ പള്ളിക്കൂടത്തിൽ നിന്ന് തിരിച്ചു പോകുന്ന വഴി പള്ളി വന്നിരുന്ന് കരഞ്ഞ് പ്രാർത്ഥിക്കുന്ന കാണാം കൊച്ചുങ്ങൾ. എൻ്റെ അപ്പൻ്റെ കള്ളുകൂടി മാറ്റണേ ഈശോ എന്ന് പറഞ്ഞിട്ടൊക്കെ. ഞാൻ ഒരു ദിവസം പള്ളിമുറി ഇരുന്നപ്പോഴത്തേക്ക് ഇതിനൊരു പരിഹാരം ചെയ്യണമല്ലോ, എന്താണ് ഒരു പരിഹാരം എന്ന് ആലോചിച്ചപ്പോൾ അതൊരു പാട്ട് കൊണ്ട് പരിഹാരം ചെയ്യാൻ പറ്റുമെന്ന് നോക്കി ഞാൻ. അങ്ങനെ ആ പാട്ട് എഴുതി അതൊരു 1.5 മാസം കൊണ്ട് അത് തീർത്തു. അത് പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് കൊടുക്കുന്നൊരു പാട്ടായിട്ട് മാറണമെന്നൊക്കെ ഉണ്ടായിരുന്നത്. ഈ വഴക്ക് പറയുകയും തല്ലുകയും ചെയ്യുന്ന അപ്പനല്ല യേശു. ദൈവം നമ്മളോട് തെറ്റിയതാലും സ്നേഹിക്കും. അങ്ങനെ ഒരു പാട്ടായിട്ട് ചെയ്തു. അത് ഒരുപാട് പിള്ളേർക്ക് ചെയ്താലും സ്നേഹിക്കും, നന്മകൾ ചൂണ്ടിക്കാണിക്കും, സ്വർഗത്തിൽ ഒരു പൂന്തോട്ടം നല്ല കുഞ്ഞുങ്ങൾക്കായി തീർത്തവനെ, നീ വരൂ പൂന്തിങ്കളായി, നീ വരൂ പൂന്തെന്നലായി. ഇതൊന്നും ഞാൻ പഠിച്ചു വന്നിരിക്കുകയല്ല കേട്ടോ ഇന്റർവ്യൂ ചെയ്യാനായിട്ട്. അല്ല, ഞാനിത് അച്ഛൻ അങ്ങനെ വിചാരിക്കരുത്. അച്ഛൻ ഒരു വരി പറയുമ്പോൾ എൻ്റെ മനസ്സിൽ ആ വരികൾ ഒന്നായിട്ട് ഓർഡറായിട്ട് വരികയാണ്. ഞാൻ ഈ കുഞ്ഞുമനസ്സിൻ നൊമ്പരങ്ങൾ ആ സമയത്ത് 89-90 കാലഘട്ടത്തിൽ കേട്ടതാണ്. അതിനുശേഷം ഞാൻ പാടിയിട്ടുമില്ല, ഞാൻ കേട്ടിട്ടുമില്ല. വീണ്ടും ഞാൻ പിന്നെ അച്ഛൻ ഞാൻ പറയുന്നത് ആ ലാളിത്യമാണ് ഒരു സഹൃദയനാവട്ടെ, പാട്ടിനെ സ്നേഹിക്കുന്നവനാവട്ടെ, അവൻ്റെ മനസ്സിൽ ഒരു വരിയുടെ സ്റ്റാർട്ടിങ് കിട്ടിയാൽ അതിൻ്റെ പല്ലവി അല്ലെങ്കിൽ അനുപല്ലവി ഒരു പാട്ട് മുഴുവൻ രൂപപ്പെടുന്നതിന് കാരണം ഇതാണ്. അത് അങ്ങനെ നമിക്കാതെ വയ്യ അതിന്. കാരണം അത്രയും ദൈവം അനുഗ്രഹിച്ച് ഒരുപാട് മനസ്സുകളെ, നീറുന്ന വേദനിക്കുന്ന മനസ്സുകളെല്ലാം ദൈവത്തിലേക്ക് അടുപ്പിക്കുകയും മാനസാന്തരം അങ്ങയിലൂടെ ലഭിക്കുകയും ചെയ്തിട്ടുണ്ട്, അങ്ങയുടെ വരികളിലൂടെ. അച്ഛൻ സത്യത്തിൽ ഈ സംഗീതം ചെയ്തിട്ട് വരികൾ എഴുതുന്നതിനോട് അച്ഛന് അങ്ങനെ അഭിപ്രായ വ്യത്യാസം വല്ലതും ഉണ്ട്? എൻ്റെ വേറൊരു പ്രശ്നം ഞാൻ പറയാം. ഈ ഒത്തിരി ദൈവാനുഭവമുള്ള സംഗീത സംവിധായകരുണ്ട്, പക്ഷെ അവർക്ക് എഴുതാൻ സാധിക്കുകയില്ല. അപ്പോൾ അവരുടെ ആ ആത്മീയ വികാരങ്ങളും വിചാരങ്ങളും അവർ പ്രതിഫലിപ്പിക്കുന്ന അവരുടെ ട്യൂണിലൂടെയാണ്. അപ്പോൾ ആ ട്യൂൺ ഉണ്ടാക്കി തരുമ്പോൾ നമ്മൾ ഏത് മ്യൂസിക് ഡയറക്ടർ ആണെങ്കിലും, ഇപ്പോൾ ജാക്സൺ ആണെങ്കിലും, ജെർസൺ ആണെങ്കിലും, ജെറിമാഷ് ആണെങ്കിലും, ബേണി ഗണേഷസ് ആണെങ്കിലും, അതല്ലെങ്കിൽ വയലിൻ ജേക്കബ് ആണെങ്കിലും, ആരായിരുന്നാലും ഇവരെല്ലാവരും ഇട്ടുതരുന്ന ട്യൂൺസിനകത്ത് അവരുടെ ദൈവാനുഭവത്തിൻ്റെ അംശമുണ്ട്. ഇവരെല്ലാവരുമായിട്ട് ഞാൻ ട്യൂൺ എഴുതിയിട്ടുണ്ട്, പക്ഷെ അതിനകത്ത് ഞാൻ യാതൊരു തെറ്റും കാണുന്നില്ല. അച്ഛന് സത്യത്തിൽ അങ്ങനെ ട്യൂൺ, ഇപ്പോൾ അച്ഛൻ പറയാറുണ്ട്, ചില ട്യൂൺ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ചിലപ്പോൾ നല്ല ടൈം തരേണ്ടി വരും. കാരണം ഇപ്പോൾ ഉള്ള പോലെ ഞാൻ അടുത്ത ആഴ്ച കാസറ്റ് ഇറക്കുകയാണ്, 10 പാട്ട് വേണേ എന്ന് പറഞ്ഞു വന്നാൽ അച്ഛൻ നിസ്സഹായനാണ് എന്ന് പലപ്പോഴും പറഞ്ഞു കേട്ടിട്ടുണ്ട് അച്ഛൻ. അച്ഛന് കുറച്ച് ടൈം എടുക്കുമോ ഇത് എഴുതാനായിട്ട്? അല്ലെങ്കിൽ ചിലപ്പോൾ കിട്ടിക്കഴിഞ്ഞാൽ ഒരുമിച്ച് കിട്ടും, അത് ദൈവത്തിൽ നിന്ന് കിട്ടുന്നവരെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു രീതിയാണോ? എങ്ങനെയാ അച്ഛാ അത്? ബസ് സ്റ്റാൻഡിൽ നിൽക്കുമ്പോഴും ബസ് കാത്ത് നിൽക്കുമ്പോഴും നമ്മൾ വെറുതെ നടന്നു പോകുമ്പോഴും ചിലപ്പം അങ്ങനെയൊന്നുമില്ല. ദൈവം നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുന്നത് പ്രത്യേക സമയത്തോ നമ്മൾ ഇരിക്കുമ്പോഴോ അല്ലെങ്കിൽ മുട്ടൂത്ത് നിൽക്കുമ്പോഴോ മാത്രമല്ല, ഏത് സമയത്ത് ഇൻസ്പിറേഷൻ വരാം. ദൈവത്തിന് നമ്മൾ ഉപയോഗിക്കണമെങ്കിൽ
അപ്പോൾ അങ്ങനെ ഞാൻ എൻ്റെ പാട്ടുകളിൽ മിക്കവാറും എഴുതിയേക്കും തുണ്ട് കടലാസുകളിലാണ്. സിഗരറ്റ് പാക്കറ്റിൻ്റെ വഴി കിടക്കണ അതിൻ്റെ പുറകിൽ, അല്ലെങ്കിൽ അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു കടലാസിൻ്റെ ബാക്കിൽ എന്തെങ്കിലും ഒരു വേസ്റ്റ് ഒരു ന്യൂസ് പേപ്പറിൻ്റെ സൈഡിലൊക്കെ എഴുതി വെച്ച് കീറിയെടുത്തുകൊണ്ടൊക്കെ പോകും. പിന്നെ നമ്മൾ ബുക്കിലോട്ട് എഴുതും അങ്ങനെ. കാരണം ആ സമയത്ത് നമുക്ക് ഒരു ബുക്കൊന്നും നമ്മുടെ കയ്യിലില്ല, വളരെ ഓർഗനൈസ്ഡ് റൈറ്റിംഗ് ഒന്നും അല്ല. അപ്പം അത് ദൈവം നമ്മൾക്ക് ഒരു ട്യൂൺ നമ്മൾ കാണാൻ പഠിക്കണം. എനിക്കൊരു ട്യൂൺ കാണാൻ പഠിക്കുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. അത് ഞാൻ കുറേ സമയം എടുക്കും. അതുകൊണ്ടായിരിക്കും ഒരു പക്ഷേ എനിക്ക് സമയം വേണ്ടി വരുന്നത്. ട്യൂൺ ഹൃദയസ്ഥമാക്കാം, ഒരു പാട്ട് പഠിക്കാൻ സമയം എടുക്കും ഒത്തിരി. അപ്പോൾ അതുകൊണ്ട് ട്യൂൺ തന്നെ നമ്മൾ പഠിക്കാൻ ഒത്തിരി സമയം എടുക്കും. അങ്ങനെ അത് ട്യൂൺ പഠിച്ചു കഴിഞ്ഞിട്ട് വേണം നമ്മൾ അതേപറ്റി ചിന്തിച്ചു തുടങ്ങാൻ. അതേപറ്റി ചിന്തിച്ച് ഇതെന്താണ് ഇതിൻ്റെ ഒരു അന്തസത്ത, ഇതിനകത്ത് ഇതെവിടെ കിടക്കുന്നത് ഈ പാട്ടിനകത്ത് അർത്ഥം. അപ്പോൾ ഈ മ്യൂസിക് ഡയറക്ടറുടെ മനസ്സിലൊരു അർത്ഥം, ആശയം, വാക്കുകളൊന്നും ഇല്ലെങ്കിലും ഒരു ഐഡിയ അതിനകത്ത് ഇട്ടിട്ടുണ്ട്. ഇപ്പം നെഞ്ചിലെരിയുമീ ദുഃഖം എന്ന് പറഞ്ഞ പാട്ടിൻ്റെ ആ ട്യൂൺ തന്നെ അതിനകത്ത് ആ ട്യൂണാണ്, ജേക്കബ് വയലിൻ്റെ ട്യൂൺ, അത് ട്യൂണാണ്. അപ്പം നെഞ്ചിലെരിയുമീ ദുഃഖത്തിൻ്റെ ട്യൂൺ തന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ നെഞ്ചിലെരിയുമീ ദുഃഖമെന്ന് തന്നെ എഴുതേണ്ടി വരും നമുക്കത്. അതങ്ങനെ അതിൻ്റെ ട്യൂണിൻ്റെ ഒരു ജന്മം. അപ്പോൾ അത് നമ്മൾ ഈ സംഗീത സംവിധായകനെയും നമ്മൾ പിന്നെ അത് എഴുതിയത് കൊണ്ടുപോയി കൊടുത്ത് അവരത് പാടി നോക്കുമ്പോൾ പറയും ഇത് തന്നെയാണ് ഉദ്ദേശം എന്ന് പറയും അവർ. വേറെ ഉദാഹരണം പറയാം, മൃദുവായി നീ തൊടുകിൽ ജേക്കബിൻ്റെ ട്യൂണാണ്. ഇതുപോലെ തന്നെ അത് ട്യൂണിട്ട് അത് ഒരുപാട് നാളുകൊണ്ട് എഴുതിയത്, 6 മാസമെങ്കിലും എടുത്ത് അത് എഴുതി തീർക്കാം. അതിനുവേണ്ടി ഒരു 10-100 പ്രാവശ്യങ്ങളും പാട്ട് എഴുതി കളഞ്ഞ് അവസാനം ഇതിൽ ഫിക്സ് ചെയ്ത് ഞങ്ങൾ ഇതാണ് വെച്ചാൽ നമ്മുടെ വരി. അത് അവർക്കറിയാം അത് കിട്ടുമ്പോൾ, അവരെഴുത്തുകാരല്ലെങ്കിലും അവർ അത് ഒരു ഓക്കെ അടിക്കണം. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് സംഗീത സംവിധായകന് ഉള്ളിലൊരു ഗാനരചയിതാവ് ഒളിഞ്ഞിരിപ്പുണ്ട്. അവരത് എക്സ്പ്രസ് ചെയ്യുന്നില്ലെങ്കിലും ഇതൊരു കൂട്ടായ സംരംഭമായതുകൊണ്ട് ഈ പാട്ട് എഴുതി ട്യൂൺ ചെയ്യുന്നതും അത് നന്നായിട്ട് പ്രാർത്ഥിച്ച് ഒരുങ്ങിയും അതിൻ്റെതായ രീതിയിൽ ഒരുങ്ങി നന്നായിട്ട് ട്യൂൺ ചെയ്ത് കഴിഞ്ഞാൽ അതനുസരിച്ച് എഴുതി കഴിഞ്ഞാൽ നന്നാകും. അതിന് ശരിയായ രീതിയിലുള്ള ട്യൂണിങ് ആയിരിക്കുകയും വേണം. എന്തെങ്കിലും ഒരു ട്യൂൺ ഇട്ടിട്ട് അതിനകത്ത് വരി എഴുതി ചേർത്ത് കഴിഞ്ഞാൽ ഒരിക്കലും അപ്പം നമ്മൾക്ക് എല്ലാവർക്കും അറിയാം. അപ്പം ഞാൻ തന്നെ ഭക്തിഗാനം കേൾക്കുമ്പോൾ എനിക്ക് പെട്ടെന്ന് മനസ്സിലാകും ഇതിനകത്ത് ആത്മീയാഭിഷേകം ഉണ്ടോ പാട്ടാണോ അല്ലയെന്ന് എല്ലാവർക്കും അറിയാം. അപ്പോൾ അത് വരുന്നവരെ നമ്മൾ വെയിറ്റ് ചെയ്യും. അത് നമ്മൾ നിങ്ങൾ ഉന്നതത്തിൽ നിന്ന് ശക്തി ലഭിക്കുന്നവരെ നിങ്ങൾ ജെറുസലേം വിട്ട് പോകരുതെന്ന് പറയുന്ന പോലെ നീ ഈ ട്യൂൺ നീ തീർത്ത് പൂർത്തിയാക്കി കളയരുത് എന്ന് നമ്മളോട് ദൈവം പറഞ്ഞുള്ള തോന്നുന്നു നമുക്ക്. ഇതല്ല ഇവിടെ ഇന്ത്യൻ ഫിലോസഫി പറയും പോലെ നേത്തി നോട്ട് ദിസ്, ഇതല്ല എന്ന് നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കും. അതാണെന്ന് നമ്മളോട് ദൈവാത്മാവ് ഒരു സമയത്ത് നമ്മളങ്ങോട്ട് പറയുമ്പോൾ നമുക്ക് തോന്നും. അപ്പോൾ നമ്മളത് ഫൈനലൈസ് ചെയ്യും. അപ്പോൾ മ്യൂസിക് ഡയറക്ടർ അറിയും ഇങ്ങനെ എഴുതി കഴിഞ്ഞു, ഒന്ന് വായിച്ച് നോക്കണം എന്ന് പറയും. അപ്പോൾ അവർ നമ്മുടെ ആശാരിച്ച് എത്തിച്ചേർക്കും പോലെ അവർ അവിടെയൊക്കെ ചെറിയ എത്തിച്ചേർക്കലൊക്കെ നടത്തി അത് ഫിക്സ് ചെയ്യും. എന്നിട്ട് പിന്നെ അത് ഫിക്സ് ചെയ്യുമ്പോൾ അവർ പറയും ഇത് തന്നെയാണ് ഞാൻ ഉദ്ദേശിച്ചത് എന്ന് പറയുമ്പോൾ നമ്മുടെ ആ ഒരു സന്തോഷം, അതോടുകൂടി അതിൻ്റെ സന്തോഷം തീർന്നു നമ്മുടെ. പിന്നെ റെക്കോർഡ് ചെയ്ത് കേട്ടാലും നമുക്ക് സന്തോഷമൊന്നും അതിനകത്ത് തോന്നിയല്ല. കാരണം അത് ജനിച്ച് മ്യൂസിക് ഡയറക്ടറും അപ്പനും അമ്മയെന്ന് പറയുന്ന പോലെ അച്ഛനും എഴുത്തുകാരനും മ്യൂസിക് ഡയറക്ടറും കൂടി അത് ചെയ്ത് കഴിഞ്ഞ് അപ്പോൾ ഞാനേറ്റവും എൻജോയ് ചെയ്തിട്ടുള്ളത് ഈ ട്യൂൺ ചെയ്യുമ്പോഴാണ്. കാരണം നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒത്തിരി ട്യൂൺസ് നമുക്ക് കിട്ടും. നമ്മൾ പ്രതീക്ഷിക്കാത്ത വരികൾ നമ്മളിൽ നിന്ന് വരുന്നത് അപ്പോഴാണ്. അതിൻ്റെ ചലഞ്ചിലും ഇൻസ്പിറേഷനിലാണ് വരുന്നത്. പക്ഷെ അതുപോലെ ചലഞ്ചിങ് ആയിട്ടുള്ള ട്യൂൺസ് വേണം. അത് വന്നിട്ടുള്ളപ്പോഴൊക്കെ നന്നായിട്ട് വന്നിട്ടുണ്ട്. മൃദുവായും അതുപോലെ നെഞ്ചിലെരിയുമേ ദുഃഖമൊക്കെ ആ ട്യൂൺ ഇട്ടിട്ട് അച്ഛൻ പറഞ്ഞ പോലെ ചെയ്തതിൻ്റെ ഒരു റൈറ്ററുടെ സാധ്യതയും നമുക്ക് നമ്മളെക്കുറിച്ചുള്ള സെൽഫ് കോൺഫിഡൻസ് വർദ്ധിക്കാനും അത് ഇടയാക്കും അല്ലേ? ദൈവസ്നേഹം വർണ്ണിച്ചിടാൻ അത് യാതൊരു തരത്തിലും അതിനൊരു ആശയപരമായ ഒരുക്കങ്ങളൊന്നും ഇല്ല പാട്ടിന്. അത് വരിയിലോട്ട് ട്യൂണിലോട്ട് വാക്കുകൾ വെക്കാൻ വേണ്ടിയിട്ട്
ഒരുപാട് ബുദ്ധിമുട്ടി ഉണ്ടാക്കിയ പാട്ടാണ്. ടോമിൻ തച്ചങ്കരി, വയലിൻ ജേക്കബ്, അതുപോലെ തന്നെ നമ്മുടെ ബെന്നി ഐസക് ഇവർ ചെയ്തത്. അപ്പം ആ ഒരു ടീമാണ് അത് ചെയ്തത്. അപ്പോൾ ടോമിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ടോമിൻ നമ്മളെ ഇവിടെ മാക്സിമം നമ്മളിലുള്ള എഴുത്തുകാരൻ എന്ന നിലയിലുള്ള ആ ഒരു കഴിവിനെ ഊറ്റിയെടുക്കാൻ കഴിവുള്ള ഒരാളാണ്. ജെറി അമൽദേവും ടോമിൻ തച്ചങ്കരി രണ്ടുപേരാണ് എൻ്റെ അനുഭവത്തിൽ അത്രയും നമ്മളെ കൊണ്ട് പണിയെടുപ്പിക്കുന്ന ഒരു എഴുത്തുകാരനെ കൊണ്ട്. അപ്പോൾ ഈ ദേവസ്നേഹം വർണ്ണിച്ചിടാൻ എഴുതുമ്പോഴത്തേക്ക് ഇത് ഒരുപാട് പ്രാവശ്യം പാട്ട് എഴുതി. ഈ ട്യൂൺ ടോമിൻ തച്ചങ്കരി അദ്ദേഹത്തിൻ്റെ അമ്മച്ചിയെ കൊണ്ടൊക്കെ കേൾപ്പിച്ചിട്ടാണ് അത് നമുക്ക് എടുക്കാൻ തീരുമാനിക്കുന്നത് തന്നെ. അപ്പോൾ അമ്മച്ചി പറഞ്ഞു നല്ലതാണ്, എനിക്കത് പാടാൻ പറ്റുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് പിന്നെ അതിനുവേണ്ടി വരി എഴുതണം. എത്ര എഴുതിയിട്ടും തൃപ്തിയാകുന്നില്ല. അപ്പോൾ എനിക്കാണെങ്കിലും ഒരു ആശയം കിട്ടുന്നില്ല എഴുതാനായിട്ട്. ഞാൻ ഒരുപാട് വരികൾ എഴുതിയിട്ട് അതെല്ലാം കിരിക്കളയാണ്. ടോമിൻ അംഗീകരിക്കത്തുമില്ലത്. അവസാനം ഈ ദൈവസ്നേഹം വർണ്ണിച്ചിടാനെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് വർണ്ണിച്ചിടാനെന്നുള്ള ആ ഒരു പ്രയോഗം തന്നെ ഒരു സുഖ പ്രയോഗമല്ല, ചീടാനെന്നൊക്കെ പറയാമോ. അപ്പോൾ ഇത് കേട്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇതാണ് സാധാരണക്കാരന് വേണ്ടത്, വർണ്ണിച്ചിടാൻ. വർണ്ണിച്ചിടാൻ എന്നാണ് പറയേണ്ടത്. പക്ഷെ വർണ്ണിച്ചിടാൻ എന്ന് നീട്ടുന്നത് നമ്മൾ മലയാളം അറിയാവുന്നവർ സമ്മതിക്കില്ലല്ലോ. പക്ഷെ അതാണ് സാധാരണക്കാരന് വേണ്ടത്. ഇപ്പോൾ സാധാരണക്കാരൻ അത് വലിച്ചു നീട്ടിയൊക്കെ ഓരോന്നൊക്കെ ഉപയോഗിക്കുള്ളൂ. അതുകൊണ്ട് നമുക്കതിടാം. വാക്കുകൾ പോരാ. അപ്പോൾ പിന്നെ വാക്കുകൾ പോരാ തന്നെ അവസാനം വേണം. അപ്പോൾ പിന്നെ അതിൻ്റെ മുന്നോട്ടുള്ള ഒരു പ്രയാണത്തിൽ നമ്മൾ അത് പിന്നെ ഈസി ആയിരുന്നു. അത് ആദ്യത്തെ ഒരു വരി കിട്ടിക്കഴിഞ്ഞാൽ. പക്ഷെ അതിന് ഈ ദൈവസ്നേഹത്തിനെ കുറിച്ച് തന്നെ വേണം എന്നുള്ള ഒരു ഇത് ഉണ്ടായിരുന്നു അല്ലേ ഈ ട്യൂണിൽ? അങ്ങനെ ഉണ്ടായിരുന്നു? ഇല്ല, അങ്ങനെ അതും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഒരു പ്ലാനും ഇല്ലായിരുന്നു. ഞാൻ ഇത് പാട്ട് എഴുതാൻ വേണ്ടിയിട്ട് ഒരു 7 പ്രാവശ്യം കോട്ടയത്ത് പോയിട്ടുണ്ട്. വെളുപ്പിനെ ഒന്നില്ലെങ്കിൽ ബാബു അല്ലെങ്കിൽ പ്രിൻസ് എന്ന് പറയുന്ന എൻ്റെ സുഹൃത്തുക്കളുടെ ആൾ ബൈക്കിലിരുത്തി എന്നെ നിർബന്ധിച്ച് അവർ എന്നെ റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടുപോയി കോട്ടയത്തേക്ക് കയറ്റിവിടും. അപ്പോൾ അന്ന് ടോമിൻ തച്ചങ്കരി കോട്ടയത്ത് താമസിക്കുന്ന സമയമാണ്. അദ്ദേഹം അവിടുത്തെ ക്രൈം ബ്രാഞ്ച് SP ആണ്. അപ്പം അദ്ദേഹത്തിന് സമയമുള്ളപ്പോൾ വരും, ഒഴിവുള്ളപ്പം വന്നിട്ട് ഇത് ചെക്ക് ചെയ്യും. എന്നിട്ട് തീരെയല്ല പിന്നെ ഞാൻ പോരും വൈകുന്നേരം ആകുമ്പോൾ. എനിക്ക് മടിയാണ് പോകാൻ, കാരണം ഒരു വലിയ ബുദ്ധിമുട്ടാണ് എഴുതി. എത്ര എഴുതിയാലും തൃപ്തിയായാലും അദ്ദേഹത്തിന്. അതിൻ്റെ അർത്ഥം എൻ്റെ ബെസ്റ്റ് ഔട്ട് ഓഫ് മീ എടുക്കാനുള്ള ശ്രമമാണ് അദ്ദേഹത്തിന്. എൻ്റെ ഇതിനു മുമ്പുള്ള പാട്ടുകൾ ഞാൻ ഈ അതിരുകളില്ലാത്ത സ്നേഹം, ഈശോനെ സ്പർശിച്ചു, കുഞ്ഞു മനസ്സിനൊക്കെ അദ്ദേഹം കേട്ടിട്ടുണ്ട്. അപ്പോൾ അറിയാം വേണമെങ്കിൽ വെച്ച് കഴിഞ്ഞാൽ ചെയ്യാൻ പറ്റുമെന്നറിയാം. അപ്പം അങ്ങനെ ഒരു കഴിവുണ്ടെന്ന് തോന്നിയത് കൊണ്ട് അദ്ദേഹം എന്നെ ഇങ്ങനെ പുഷ് ചെയ്ത് എഴുതിപ്പിച്ചുകൊണ്ട് മാത്രമാണ് ആ മോചനം എന്നുള്ള CD പല പാട്ടുകളും 5 പാട്ടുകൾ അതിനകത്ത് എഴുതിയതും വന്നത്. ഇപ്പോൾ ഒരു നാളിൽ നെന്മനം തേങ്ങി എന്നുള്ള പാട്ട് തന്നെ അദ്ദേഹം നമ്മളോട് പറയുന്നത് നമുക്ക് ആ ഒരു ONV എഴുതുന്ന പോലെ വരണം അത് എന്നാ പറയുന്നത്. അപ്പോൾ അതുപോലെ നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റിയല്ല. അതെ അതെ. പണ്ടൊരു പാട്ടുണ്ട്, ഒരു നാൾ വിശന്നേറെ വലഞ്ഞ ഒരു വാനമ്പാടി എന്നൊരു പാട്ടുണ്ട്. ONV സാർ എഴുതിയ പാട്ടുണ്ട്. അപ്പോൾ ഒരു നാളെന്ന് വെച്ച് പിടിക്കാമെന്ന് വിചാരിച്ചു. ONVയുടെ തന്നെ ഒരു വാക്കെടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഒരു നാളെന്ന് പറഞ്ഞ് തുടങ്ങി. അപ്പോൾ ആ പാട്ട് എഴുതി ഞങ്ങൾ. അപ്പം അതിന് ഒരുപാട് 2-3 മാസങ്ങളെടുത്താണ് അത് ചെയ്തത്. അതിന് മാത്രം പ്രാവശ്യം എഴുതാനായിട്ടോ ഈ പാട്ടുകളെല്ലാം 5 പാട്ട് അതിനകത്ത് ഈ ഒരു പരിധിവരെ ഒക്ടോബർ തുടങ്ങിയിട്ടാണ് അതൊരു ഡിസംബർ മറ്റേ തീർന്നത്. അതിൽ 5 പാട്ട് അച്ഛൻ്റെ സെപ്റ്റംബറിൽ തുടങ്ങി. 5 പാട്ട് ഒരു നാളിലെ ഉണ്ണികൃഷ്ണല്ലേ പാടിയിരിക്കുന്നത്? ഉണ്ണികൃഷ്ണൻ അല്ലേ? ഡിഫറെന്റ് വോയിസ് ആയിരുന്നു. ഒരു നാളിലെൻ മനം തേങ്ങി അപരാധബോധമോടെ അനുതാപമെന്നിൽ നിറഞ്ഞു എന്നീശു അണഞ്ഞു ചാരേ തവ സ്നേഹധാരയാൽ തഴുകി കരുണാർദ്രസ്പർശമേകി മൃദനായിരുന്ന എന്നെ നവസൃഷ്ടിയാക്കി നാഥൻ ഒരു നാളിലെൻ മനം തേങ്ങി. നന്നായിട്ട് പാടിയത് നന്നായിരുന്നു. വെരി ഗുഡ്. അച്ഛാ, അച്ഛൻ്റെ പാട്ടുകൾ കഴുതയ്ക്കും പാടാം. കാരണം അങ്ങനെയാണ് അതിൻ്റെ ജനനം. അച്ഛൻ പറഞ്ഞു ആ ജനനത്തിൽ ഞാൻ സന്തോഷിക്കുന്നു എന്ന് പറഞ്ഞു. ഈ പാട്ടുകളെല്ലാം പാടിയാണ് നമുക്ക് ഈ അനുഭവം ഉണ്ടാവുന്നത്. അതുകൊണ്ട് നമുക്ക് ഒരു പാട്ടുകാരനല്ലെങ്കിലും അവൻ മൂളിയാലും അത് ജനിക്കുന്നത് അങ്ങനെയാണ് വീണ്ടും അവൻ്റെ തൊണ്ടയിൽ നിന്ന്. ഞാൻ 2-3 പാട്ടുകാരെ പറ്റി പറയാം. ഒന്ന് ബിജു നാരായണനാണ്.
അസ്തമിക്കാത്ത സ്നേഹം, പിന്നെ പുലർകാല ദീപമായി എന്നുള്ള ആ പാട്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ടാണ്. അതിനകത്ത് എനിക്ക് ഒരുപാട് ഒരു ശകലം എന്തെങ്കിലും സാഹിത്യ ആവശ്യങ്ങൾക്ക് കയറ്റണമെന്ന് നമ്മളെ നിർബന്ധിക്കുന്ന ഒരു ട്യൂണാണത്. അത് വെറുതെ വർത്തമാന ഭാഷ പോരാ ആ ട്യൂണിന്. അത് നിർബന്ധിതനായതുകൊണ്ട് ഞാനത് ശകലം ഇങ്ങനെ ഈ വയൽപ്പൂ പോലെ വിടർന്നാലും എന്നുള്ള അതൊക്കെ വെച്ച് അങ്ങനെ ചെയ്തു. ആ പാട്ട് ഭംഗിയായിട്ട് പാടി ബിജു. അതുപോലെ തന്നെ രണ്ടാമത്തെ ആള് നമ്മുടെ മധു ബാലകൃഷ്ണൻ, യേശുവെ നീ എനിക്കായി എന്നുള്ള ഭംഗിയായിട്ട് പാടി. നീ എനിക്കായി ഇത്രയേറെ സ്നേഹമേകാൻ. അപ്പൊ അദ്ദേഹം അത് ഭംഗിയായിട്ട് പാടി. ഞാൻ പാടാം. ഞാൻ പാടിയ മധു യേശുവേ നീ എനിക്കായി ഇത്രയേറെ സ്നേഹമേകാൻ അടിയനിൽ യോഗ്യതയായി എന്തു കണ്ടു നീ. സ്നേഹമേ നിൻ ഹൃദയം ക്ഷമയുടെ സാഗരമോ, നന്മകൾക്കു നന്ദിയേകാൻ എന്തു ചെയ്യും ഞാൻ. അപ്പം അതിനകത്ത് ആ വരി എടുക്കാനായിട്ടുള്ള കാരണം പലപ്പോഴും ആളുകൾ മനുഷ്യരോട് പറയാറുണ്ട്, നീ എന്ത് കണ്ടിട്ടാണ് ഇങ്ങനെ തുള്ളുന്നത്, നീ എന്ത് കണ്ടിട്ടാണ് ഇങ്ങനെ വലിയൊരു ഗമ കാണിക്കുന്നതൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ അത് യേശുവിനോട് നമ്മൾ ചോദിക്കുന്ന പോലെ ജേക്കബ് എന്ന ട്യൂണിനകത്ത് അത് വെച്ചതാണ്. ഞാൻ എന്ത് കണ്ടു നീ എന്നിൽ എന്ന് വെച്ചതാണ്. അപ്പം അത് ഭംഗിയായിട്ടത് മധു ബാലകൃഷ്ണൻ പാടി. പിന്നെ കെസ്റ്റർ അടുത്ത ആള്. കെസ്റ്റർ എനിക്ക് ഏറ്റവും സംതൃപ്തിദായകമായിട്ട് ഒരു പാട്ടുള്ളത് ഞാനും കെസ്റ്ററും. അത് ഞാനാണ് എൻ്റെ സംഗീതം കൊടുത്തത്, എഴുതിയതെങ്കിലും എനിക്ക് അതിന് ഒരുപാട് സഹായം ജെർസൺ ആൻ്റണി ചെയ്തു അത് പൂർത്തിയാക്കാനായിട്ട്. അതിൻ്റെ ഫിനിഷിംഗ് ടച്ചൊക്കെ സഹായിച്ച് ജെർസൺ ആൻ്റണിയാണ്. ജെർസൺ ആൻ്റണി അതിൻ്റെ ഓർക്കസ്ട്രേഷൻ ചെയ്തു. അപ്പോൾ കെസ്റ്റർ അത് പാടി മനോഹരമായിട്ട്. പാട്ട് പറഞ്ഞില്ല ഞാനല്ലേ? ഇല്ല, സോറി. ക്ഷമാശീലനാവൻ യേശുവേ എന്നുള്ള പാട്ട്. എനിക്ക് ഇൻഡസ്ട്രിയിൽ തന്നെ കെസ്റ്റർ, ഞാൻ ആ സമയത്ത് പോസ്റ്ററൊക്കെ ഓർക്കുന്നുണ്ട്. ഇത് ക്യാപ്ഷനൊക്കെ പുതിയൊരു ഗായകൻ, വേറിട്ട ആലാപന ശൈലി, ജനഹൃദയങ്ങളിൽ ശ്രദ്ധ നേടുന്നു, എല്ലാവരുടെയും മനസ്സിൽ. ഞാനൊക്കെ അറിയുന്ന അങ്ങനെയാണ്. അതിനും കെസ്റ്റർ പാടിയിട്ടുണ്ട്. മഹാവിരുന്ന് എന്ന് പറഞ്ഞ് ഡോൺ ബോസ്കോയിൽ സെബാസ്റ്റ്യൻ അച്ഛൻ ചെയ്ത ഹെക്ടറും ഞാനും കെസ്റ്ററും കൂടെ പിന്നെ ഒരു ലീനസ് ഒക്കെ കൂടെ എഴുതിയ ഒരു CD കാസറ്റ് ചെയ്തിരുന്നു. അതിലാണ് കെസ്റ്റർ ആദ്യം പാടുന്നത്. പിന്നെ ഇതൊക്കെ പറയുമ്പോഴും ആദ്യം എന്നെ വിളിച്ചുകൊണ്ട് പോയൊരു പാട്ട് എഴുതിച്ചത് മലയാറ്റൂർക്കാരൻ ദേവസി, നമ്മുടെ ആലാപ് സ്റ്റുഡിയോയിലെ റെക്കോർഡിസ്റ്റ് ആയിരുന്നു ആ കാലത്ത് 80കളിൽ. ദേവസിയുടെ ഇടവക മലയാറ്റൂരാണ്. നമ്മുടെ അച്ഛൻ എഴുതും എന്നും പറഞ്ഞ് എന്നെ വിളിച്ചുകൊണ്ട് പോയിട്ട് അന്ന് ജാക്സൺ അരുവജ ചെയ്ത ഒരു CD പ്രാർത്ഥന എന്നും പറഞ്ഞ് നിസരി ഉമ്മർ ചെയ്ത ഒരു CD കാസറ്റായിരുന്നു. അപ്പോൾ അതിൽ ആദ്യമായിട്ട് ഞാൻ മർക്കോസിനെ കാണുന്ന അന്നാണ്. മർക്കോസിന് ഗാനമേളയെല്ലാം കണ്ടിട്ടുണ്ടെങ്കിലും മർക്കോസാണ് ആ പാട്ടുകളെല്ലാം ഭംഗിയായിട്ട് പാടിയത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാനും മർക്കോസ് ഒരുപാട് പാട്ടുകൾ പാടി. ഏറ്റവും നന്നായിട്ട് ആളുകൾ ഓർത്തിരിക്കുന്ന ഒരു പാട്ട് അമ്മച്ചിയുടെ അതിരുകളില്ലാത്ത സ്നേഹം എന്നുള്ള പാട്ട്, ശത്രു സ്നേഹം ക്രിസ്തുവിൻ്റെ മുദ്രയാണല്ലോ ആ പാട്ട്. അങ്ങനെ കുറേ പാട്ടുകൾ മാർക്കോസ് പാടിയിട്ടുണ്ട്. അത് ഈശോനെ സ്പർശിച്ചുവിലാണ്. അതിൽ തന്നെയാണ് മാർക്കോസ് ഒരുപാട് പാട്ട് പാട്ടുണ്ട്. ഞങ്ങൾ വളരെയധികം സഹകരിച്ചിട്ടുള്ള. രക്ഷകനായി യേശുവിനെ സ്വീകരിച്ചിടുവിൻ, അക്ഷയമാം ജീവൻ നീ സ്വന്തമാക്കിടുവിൻ. രക്ഷകനായി യേശുവിനെ സ്വീകരിച്ചിടുവിൻ, അക്ഷയമാം ജീവൻ നീ സ്വന്തമാക്കിടുവിൻ. അനുതാപം നിറയും ഹൃദയം അലിവേറും നാഥനു നൽകു, അനുതാപം നിറയും ഹൃദയം അലിവേറും നാഥനു നൽകു. നവമാം ജീവൻ നുകരൂ, കർത്താവാം യേശുവിൽ വിശ്വസിച്ചിടുവിൽ. നീയും നിൻ കുടുംബവും രക്ഷ പ്രാപിക്കും. തിരുവചനം കേൾക്കാനും തിരുവഴികൾ തേടാനും നാഥൻ വിളിച്ചിടുമ്പോൾ വരുവിൻ തിരുസവിധേ. ആ ട്യൂൺ എനിക്ക് കിട്ടിയതാ. ഇത് പറയുമ്പോൾ ആൾക്കാരുടെ മനസ്സിൽ ചിലപ്പോൾ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും, ഇതെങ്ങനെയാ കിട്ടുന്നത്, എന്താ. അപ്പൊ ഒന്ന് അച്ഛൻ അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിലും എക്സ്പ്ലെയിൻ ചെയ്യാൻ വളരെ എളുപ്പമാണത്. എല്ലാ മനുഷ്യരും ജീവിതത്തിൽ 1-2 പാട്ട് ട്യൂൺ ചെയ്ത് കാണും.
ഞാൻ പരിചയപ്പെട്ടേക്കുന്ന മിക്കവാറും ആളും പറയാം ഞാൻ 2 പാട്ട് ട്യൂൺ ചെയ്ത് വെച്ചിട്ടുണ്ട്, ഞാൻ ഒരു 10 പാട്ട് ട്യൂൺ ചെയ്ത് വെച്ചിട്ടുണ്ടെന്ന് പറയും. അപ്പോൾ നമ്മൾ ഇവർ കിടന്ന ഈ പാട്ട് ട്യൂൺ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. പക്ഷേ ഒരു 10 പാട്ടൊക്കെ ആർക്കും ട്യൂൺ ചെയ്യാൻ പറ്റും, പിന്നെ ചെയ്യാൻ പറ്റുകയല്ല. എല്ലാവർക്കും ഒരു കപ്പാസിറ്റി ഉണ്ട്, എല്ലാവരുടെയും ഹൃദയത്തിൽ ഒരു ട്യൂൺ കിടപ്പുണ്ട്. ചെറുപ്പം അമ്മ പാടിയ താരാട്ട്, പാടത്ത് കേട്ട ആ മറ്റേ വിതക്കണ പാട്ട്, അല്ലെങ്കിൽ ഐലസാം വിളിച്ച പാട്ട്, അല്ലെങ്കിൽ ഗാനമേളയ്ക്ക് കേട്ട പാട്ട്, വയലാറിൻ്റെ പാട്ട്, സിനിമാ പാട്ട്, വയൻമയുടെ പാട്ട്, ദേവരാജൻ്റെ പാട്ടൊക്കെ മനസ്സിൽ കിടപ്പുണ്ട്. ആളുടെ മനസ്സിലൊരു പ്രോട്ടോ ടൈപ്പ് എന്ന് പറഞ്ഞ പോലെ ജന്മജന്മാന്തരങ്ങളായിട്ട് കൈമാറപ്പെടുന്ന ഈ നാടൻ പാട്ടുകളുടെ ശീലുകൾ, ഫോക്ക് സോങ്സ്, അങ്ങനെ ഒരുപാട് കിടപ്പുണ്ട്. പള്ളി പാടിയ പാട്ടുകൾ. അപ്പോൾ എല്ലാവരും തന്നെ ഗായകരാണ്. ഇപ്പോൾ നിങ്ങൾ ക്രിസ്ത്യൻ പള്ളികളിൽ പോയാൽ നിങ്ങൾക്ക് അറിയാം, എല്ലാവരും കൂടെ പാടുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ എല്ലാവർക്കും കുറച്ച് പാട്ടുകളുള്ള മെറ്റീരിയൽ ഉള്ളിൽ കിടപ്പുണ്ട്. അപ്പോൾ അങ്ങനെ ഞാൻ ബേസിക്കലി ഒരു മ്യൂസിക് ഡയറക്ടറോ മ്യൂസിക് ശാസ്ത്രീയമായി പഠിച്ച ആളോ അല്ലെങ്കിൽ പോലും ഞാൻ കുറച്ച് പാട്ടൊക്കെ ആർക്കും ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാനിത് പാട്ട് ചെയ്തപ്പോൾ അത് ഈ നേരത്തെ പറഞ്ഞ ആ ഗണത്തിൽപ്പെട്ട ആളാണ് ഞാൻ. ആർക്കും 10 പാട്ടെങ്കിലും ചെയ്യാൻ പറ്റും ഒരുമാതിരിപ്പെട്ടവർക്ക്. ഇപ്പം എല്ലാവർക്കും രാജേഷ് ഒരുപാട് പാട്ട് ചെയ്തതാണ് ഒരു പക്ഷേ. അപ്പം അങ്ങനെ ഇപ്പം ഒരു പ്രത്യേക സാഹചര്യത്തിലാണ് ക്ഷമാശീലന എന്നുള്ള യേശുവ പാട്ട് പാടുന്നത്. എൻ്റെ ജീവിതത്തിൽ പ്രത്യേക ഘട്ടത്തിലാണ് ഞാൻ ആ പാട്ട് എഴുതിയത്. പലരുടെയും ജീവിതാനുഭവങ്ങൾ കേട്ട് അങ്ങനെ വന്നപ്പോഴത്തേക്ക് ഒരു പാട്ട് ചെയ്യണമെന്ന് തോന്നി. അപ്പോൾ ആ പാട്ട് ചെയ്തപ്പോൾ ഞാൻ ഒരു ദിവസം ഞാനിങ്ങനെ രാവിലെ എഴുന്നേറ്റ് ഞാൻ സ്വിച്ച് ഓൺ ചെയ്യപ്പോഴാണ് എനിക്ക് എൻ്റെ മനസ്സിലെ എന്താണ് ഇത് എക്സ്പ്രസ് ചെയ്യണം എനിക്ക് അങ്ങനെയെങ്കിലും വികാരങ്ങൾ, എൻ്റെ മനസ്സിലുള്ള വിചാരങ്ങൾ. അപ്പോൾ സ്വിച്ച് ഓൺ ചെയ്ത് ലൈറ്റ് കളിഞ്ഞപ്പോൾ തന്നെ ക്ഷമാശീലനാവൻ യേശു എന്നുള്ള പാട്ട് അങ്ങോട്ട് വരികയാണ്. പിന്നെ ശാന്തശീലനാവൻ യേശുവേ, കഠിനമാവൻ ഹൃദയം, മൃദുലം നിന്നെ ഹൃദയം പോലെ ആക്കണം. അപ്പോൾ എൻ്റെ അച്ചായൻ എപ്പോഴും ചൊല്ലിക്കൊണ്ടുവന്ന പ്രാർത്ഥന ഉണ്ടായിരുന്നു, ഈശോയുടെ മധുരമുള്ള ഒരു ഹൃദയമേ എൻ്റെ ഹൃദയം അങ്ങേ ഹൃദയത്തിന് ഒത്തതാക്കി എറിയണമെന്ന് രൂപാന്തരം. അപ്പോൾ അത് എന്തെങ്കിലും ഒരു പാട്ടിലാക്കണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ അത് ഇതിനകത്ത് വന്നു. അല്ല, ഞാൻ ചോദിക്കുന്നത് അപ്പം തന്നെ ട്യൂണും വന്നു. ട്യൂണും വന്നു അല്ലേ? അപ്പോൾ തന്നെ ഞാൻ പ്രിൻസിനെ വിളിച്ചു. പ്രിൻസ് ജോസഫ് മ്യൂസിക് ഡയറക്ടറാണ് അദ്ദേഹം. പ്രിൻസിനെ വിളിച്ചു. പ്രിൻസ് അന്ന് കീബോർഡ് വായിക്കുന്നത്. വചനസംഗീത യാത്ര എന്ന് പറഞ്ഞൊരു സ്റ്റേജ് ഇവാഞ്ചലൈസേഷൻ പ്രോഗ്രാം ഉണ്ട്. അപ്പം പ്രിൻസിനെ വിളിച്ചു. പ്രിൻസ് ഓടി വരണം, ഒരു പാട്ട് കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞ്. ആ പ്രിൻസ് കീബോർഡ് എടുത്ത് വെച്ച് ഞങ്ങൾ ആ പാട്ട് വേഗം ഒരു കാസറ്റിലോട്ട് റെക്കോർഡ് ചെയ്ത് വെച്ച് പാടി. പിന്നെ അത് റെക്കോർഡിങ് നടന്നപ്പം ഓർക്കസ്ട്രയാണ് അത് പാടിയത്. അപ്പം ജെർസൺ ആൻ്റണി അതിൻ്റെ അവസാനത്തെ ചില വരികളിലെ ചില മിനുക്കുപണിയൊക്കെ നടത്തി സഹായിച്ചു. എന്നിട്ട് സിമ്പിളായിട്ട് ഓർക്കസ്ട്ര ചെയ്ത് ഞങ്ങൾ ചെയ്യുകയാണ് ചെയ്തത്. അപ്പോൾ പിന്നെ വേറൊരു സംഗീത സംവിധാനമുള്ള ഹെക്ടറാണ്. ഹെക്ടർ ലൂയിസ്. ഞങ്ങൾ നല്ലൊരു പാട്ടുണ്ട് ഹെക്ടർ ലൂയിസിൻ്റെ, ക്ഷമിക്കുവാനാവാത്ത നിമിഷങ്ങളിൽ ഒരു പാട്ടുണ്ട്. ക്ഷമിക്കുവാനാവാത്ത നിമിഷങ്ങളെ ആത്മീയ ശക്തിയാൽ നിറയ്ക്കണമേ, മറക്കുവാൻ കഴിയാത്ത ദുഃഖങ്ങളെ മനസ്സിൽ നിന്നു നീ മാക്കേണമേ. യേശുവേ യേശുവേ നീ മാത്രമെൻ സഹായം. ഞാൻ ഏറ്റവും കൂടുതൽ ദ്രോഹം ചെയ്തേക്കേണ്ട ഹെക്ടറോടാണ്. കാരണം ഹെക്ടർ ഒന്ന് പാട്ട് ചെയ്യാൻ വിളിക്കും, ഹെക്ടർ വന്ന് കാത്തിരിക്കും, വൈകുന്നേരം ആയാലും പാട്ട് ശരിയാവില്ല. ഹെക്ടറോടെ ഇരിക്കും ക്ഷമയോട് കൂടി ആ ഗിറ്റാറും വെച്ചുകൊണ്ട്. ഒരു പരാതി പറയല്ല. വൈകുന്നേരം വീട്ടിൽ പോകും, പിറ്റേ ദിവസം പിന്നെയും വരും. അങ്ങനെ ഞങ്ങൾ 2-3 ദിവസം കൊണ്ടാണ് ഈ പാട്ട് ചെയ്തത്. അപ്പോൾ ഹെക്ടർ പറഞ്ഞു, അച്ഛാ 3 മാസം വേണം ഇരിക്കാൻ വേണേ ഇതിന് വേണ്ടിയിട്ട്, കുഴപ്പമില്ലെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ചെയ്തതാണ്. അപാരമായ ക്ഷമയുടെ ഒരു വ്യക്തിത്വമാണ് ഹെക്ടർ ലൂയിസ്. ഈ ഒരു ഡെഡിക്കേഷനാണോ ഈ പാട്ടുകളുടെ ജനനം ഒരു കാലഘട്ടം അതിജീവിച്ച് നിൽക്കണമെന്ന് പറയുന്നില്ലേ? അതിൻ്റെ പുറകിൽ ഇങ്ങനെയുള്ള കാത്തിരിപ്പ് എന്തിനു വേണമെങ്കിൽ ഇപ്പം അങ്ങനെ ഒരു മൈൻഡ് പറഞ്ഞല്ലോ അദ്ദേഹത്തിൻ്റെ, ഈ മൈൻഡ് തന്നെയാണോ ഈ കാത്തിരിപ്പ്? ധൃതി വേണ്ട, വളരെ സാവധാനം, കിട്ടുമ്പോൾ ദൈവം തരും. ഈ ഒരു തിരിച്ചറിവിൽ കാത്തിരുന്ന് ചെയ്യുന്ന ഗാനങ്ങൾക്കാണോ അച്ഛ, ചോദിക്കുക അച്ഛനോട് ഞാൻ, ഒരു അതിജീവനം ഇപ്പോഴും പാടാൻ പറ്റുന്ന അതാണോ അതിൻ്റെ കാരണം? അതാണോ? സോറി, ഒരു സംശയമില്ല. കാരണം ഇപ്പം ഞാൻ ചെയ്തിട്ടുള്ള സംഗീത സംവിധായകന്മാരെല്ലാവരുമായിട്ട് ഇരുന്ന് ചെയ്തേക്കണം, എവിടെയെങ്കിലും പോയി ഒരുമിച്ചിരുന്ന ചെയ്തിട്ടുള്ളത്. കാരണം നമ്മളതിന് സമയം കണ്ടെത്തും. ഈ പറഞ്ഞ നേരത്തെ ഞാൻ പേര് പറയാത്ത പലരും ഉണ്ട്. ഒരുപക്ഷെ ഞാൻ എഴുതിയൊന്നും ഒരുങ്ങിയിട്ടില്ല, അതിന് വേണ്ടിയാണ്. പേര് പറയാത്തവരുണ്ടെങ്കിൽ അവർ ക്ഷമിക്കണം. പക്ഷേ എൽറിച്ച് ഐസക്സ്, ഇതുപോലെ തന്നെ ഐസക്സ് ഫാമിലിയിലെ ഇളയ മകൻ, അദ്ദേഹത്തിൻ്റെ ചേട്ടൻ റെക്സ് ഐസക്കുമായിട്ട് പാട്ട് ചെയ്തിട്ടുണ്ട് ഞാൻ. അപ്പോൾ ഇവരുടെ എല്ലാവരുടെയും ഒരു തത്വം എന്ന് വെച്ചാൽ അവരൊക്കെ ഡെഡിക്കേറ്റഡ് മ്യൂസീഷ്യൻസാണ് അവർ. അതേസമയം ക്രിസ്ത്യാനികളുമാണ് പലരും. ഞാൻ ഹിന്ദു മ്യൂസിക് ഡയറക്ടർമാരുമായിട്ട് എനിക്ക് ചെയ്യാൻ ശ്രമിച്ചു, നടന്നില്ല. പലരുമായിട്ട് ഞാൻ നോക്കിയിട്ടുണ്ട്. പക്ഷേ നമുക്കത്
സമയം കിട്ടിയിട്ടില്ല. രവീന്ദ്രൻ മാഷുമായിട്ടൊക്കെ ഞങ്ങൾ പാട്ട് പാടി ഞാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിലും അദ്ദേഹത്തിൻ്റെ തിരക്ക് പോലെ സാധിച്ചിട്ടില്ല. അപ്പോൾ ഇവർ ഡെഡിക്കേറ്റഡ് ആണ്. ഇവർ ബേസിക്കലി ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യമുണ്ട് കേട്ടോ, ഈ ആർട്ടിസ്റ്റുമാർ, മ്യൂസിക് ഡയറക്ടർമാരും ഓർക്കസ്ട്ര വായിക്കുന്നവരുമായ ക്രൈസ്തവർ മിക്കവാറും പേരും കൊയറിൽ കൂടെയാണ് വന്നിരിക്കുന്നത്. എന്തുകൊണ്ട് അവർ കൊയറിൽ കൂടെ വന്നു വെച്ചാൽ അവർ കൊയറിൽ പ്രാക്ടീസ് ചെയ്യാനും കുർബാനയ്ക്ക് വന്ന കൃത്യസമയത്ത് വന്ന് വായിക്കാനും പാടാനും അവർ ഡെഡിക്കേറ്റഡ് ആയിരുന്നു ചെറുപ്പത്തിൽ തന്നെ. എത്ര വലിയ മ്യൂസിക് ഡയറക്ടറായിട്ട് ഉയർന്നു വന്നാലും അവരെല്ലാവരും കൊയർ വരുമ്പോൾ വന്ന് വായിക്കുന്നവരാണ് പലരും ഇന്നും, എല്ലാ മ്യൂസിക് ഡയറക്ടർമാരും. ഇപ്പം മഹാനായ ജോൺസൺ, നാഷണൽ അവാർഡ് വിന്നർ ഔസേപ്പ് ബച്ചൻ സാർ, ഇവരെല്ലാവരും തന്നെ ഇങ്ങനെ, ജോൺസൺ സാറും ഔസേപ്പ് ബച്ചൻ സാറും ഒക്കെ ആദ്യമേ ഇതുപോലെ പള്ളിരംഗങ്ങളിൽ വന്നവരാണ്. അപ്പം ആ ഡെഡിക്കേഷൻ ഉള്ളതുകൊണ്ട് അവർക്ക് പുറമേ അവർ വിശ്വാസം പ്രഖ്യാപിക്കില്ലെങ്കിലും എൻ്റെ അനുഭവത്തിൽ എനിക്ക് ഒത്തിരി വിശ്വാസം അവർ പകർന്നു തന്നിട്ടുണ്ട്. ആത്മവിശ്വാസം മാത്രമല്ല, ദൈവവിശ്വാസം. പിന്നെ എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം, ഞാനിപ്പം ഒരു ആശയം പറയാം പാട്ട് ചെയ്യുന്നവർക്കും പാട്ട് എഴുതുന്നവർക്കും വേണ്ടിയിട്ടുണ്ട്. എൻ്റെ ചെറിയ അനുഭവത്തിൽ നിന്ന് പറയാം. ഒരിക്കലും നമ്മൾ ആഗ്രഹം കൊണ്ടൊരു പാട്ട് എഴുതുകയോ CD വെച്ചുകയോ ചെയ്യരുത്. അങ്ങനെ വിളി തോന്നിയാൽ അത് ചെയ്യാവുള്ളൂ. ആഗ്രഹം എപ്പോഴും എൻ്റെതാണ്, ദൈവത്തിൻ്റെ ആഗ്രഹം ആയിരിക്കുമല്ലോ. അപ്പോൾ ഞാൻ എൻ്റെ ആഗ്രഹം കൊണ്ട് ചെയ്തേക്കുന്നത് ഒരു പക്ഷേ ഇപ്പോൾ ആളുകൾ കേട്ട് ഇഷ്ടപ്പെട്ടതിനേലൊക്കെ ഒരുപാട് ഇരട്ടി പാട്ടുകൾ ആഗ്രഹം കൊണ്ട് ചെയ്ത് ഇതായി പോയിട്ടുണ്ട്, ആരും കേൾക്കാതെ പോയിട്ടുണ്ട്. ഇപ്പം 10-40 പാട്ടുകൾ ആളുകൾ ഇഷ്ടപ്പെട്ട് പാടുന്നുണ്ടെങ്കിൽ 400 പാട്ടുകൾ ആരും കേൾക്കാതെ പോയിട്ടുണ്ട്. വേണ്ടത്ര ഒരുക്കമില്ലാതെ, വേണ്ടത്ര അതിനുവേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യാതെ. ഞാൻ പറയുന്നില്ല പ്രാർത്ഥിച്ചിരിക്കുന്ന നിമിഷങ്ങളിലെ പാട്ട് വരുന്നതെന്ന്. നേരെ മറിച്ച് അതിനുവേണ്ടി നമ്മളെ തന്നെ ആ സമയം കൊടുത്ത് സമർപ്പിക്കുമ്പോഴത്തേക്ക് പ്രാർത്ഥന ഒരു ഘടകമാണ്. ബാക്കി എല്ലാം കൂടെ വന്നിട്ടാണ് നമ്മൾ ആ പാട്ട് ചെയ്യുന്നത്. അപ്പോൾ ആഗ്രഹം കൊണ്ട് പാട്ട് ചെയ്യുമ്പോഴാണ് ഈ നേരത്തെ പറഞ്ഞ കുഴപ്പമുണ്ടാകുന്നത്. പെട്ടെന്ന് അത് ജീവിക്കാതെ പോകുന്നത്. ഈ മ്യൂസിക് ഡയറക്ടർമാരെല്ലാവരും തന്നെ സമയമെടുക്കാൻ തയ്യാറായിരുന്നു. ഇപ്പം ഹെക്ടർ ആണെങ്കിൽ നേരത്തെ ഞാൻ പറഞ്ഞ എല്ലാവരും തന്നെ സമയമെടുക്കാൻ തയ്യാറായിരുന്നു. ഞാൻ ഔസേപ്പ് ബച്ചൻ സാറുമായിട്ട് ഞാൻ പാട്ട് ചെയ്തിട്ടുണ്ട്. 5 തിരുമുറിവുകൾ അന്ത്യചുംബനമേകാൻ എന്നും പറഞ്ഞൊരു പാട്ട് ഔസേപ്പ് ബച്ചൻ സാർ തന്നെയാണ് പാടിയിരിക്കുന്നത്. അതുപോലെ തന്നെ പല പാട്ടുകളും ഒരു കാസറ്റിലുണ്ടായിരുന്നു. അപ്പോൾ ഔസേപ്പ് ബച്ചൻ സാറുമായിട്ട് പാട്ട് ചെയ്യാൻ പോയപ്പോൾ എനിക്ക് മനസ്സിലാകുന്നത് അദ്ദേഹത്തിൻ്റെ ഡെഡിക്കേഷൻ. ഒരു ഭക്തിഗാനമല്ലേ, ഇത് 94-ലാണ്. സിനിമാ ഫീൽഡിൽ ഒത്തിരി സിനിമയുള്ള സമയമാണെന്നേരം. പക്ഷെ അദ്ദേഹം അതിനു വേണ്ടിയിട്ട് എത്ര ദിവസം എടുത്തെന്നറിയാമോ? എൻ്റെ കൂടെ അന്ന് ഇത് വർക്ക് ചെയ്യാൻ സഹായിക്കാൻ വന്ന ബാബു കുരുവിള, അതുപോലെ തന്നെ പ്രിൻസ് ജോസഫിനൊക്കെ അറിയാം. അവരൊക്കെ എന്നെ സഹായിക്കാൻ മദ്രാസിപ്പായി ഞങ്ങളെ ചെയ്തു. അപ്പോൾ ഒരാഴ്ചയെങ്കിലും ഇത് ട്യൂൺ ചെയ്യാനെടുത്തു, പിന്നെ ഒരാഴ്ച റെക്കോർഡ് ചെയ്യാനെടുത്തു. എടുത്തെന്ന് പറഞ്ഞാൽ ഒരുങ്ങുകളൊക്കെ 2 ദിവസം റെക്കോർഡിങ് ചെയ്തു. പക്ഷേ എന്ത് ഡെഡിക്കേഷൻ, വിശ്വസിക്കാൻ പറ്റിയില്ല അദ്ദേഹത്തിൻ്റെ ഡെഡിക്കേഷൻ. അതുപോലെ റെക്സ് ഐസക് ഇതുപോലെ തന്നെ ദിവസങ്ങളോളം എടുത്ത് ട്യൂൺ ചെയ്യുക, നാട്ടിൽ വന്ന് റെക്കോർഡ് ചെയ്യുക, പാട്ട് പഠിപ്പിക്കുക. ഇത് പാട്ടുകൾ നല്ലത് വന്നിരിക്കുമ്പോൾ അത് നല്ലതായെങ്കിൽ അതിൻ്റെ പിന്നിലുള്ള ഹാർഡ് വർക്കും ഡെഡിക്കേഷനും അത് ദൈവത്തിൻ്റെ സ്തുതിക്കായി ചെയ്യുന്നതാണെന്ന് കണ്ടിട്ട് ഒരു സിനിമാ പാട്ടല്ല, ഒരു ഗാനമേളപ്പാട്ടല്ല, ഇത് വേറെയാണിത്. ഇത് നമുക്ക് ഈ ചെയ്യാൻ കഴിവ് തന്നവന് വേണ്ടി ചെയ്യുന്നതാകുമ്പോഴത്തേക്ക് ഏറ്റവും നല്ലത് കൊടുക്കണം. നമ്മൾ എന്തെങ്കിലും ചെയ്താൽ പോരാ. അപ്പോൾ ഈ മ്യൂസിക് ഡയറക്ടർമാർ, പ്രത്യേകിച്ച് സിനിമാ രംഗത്തുള്ള മ്യൂസിക് ഡയറക്ടർമാർ വിറയ്ക്കുകയാണ് ഭക്തിഗാനം ചെയ്യാൻ പറയുമ്പോൾ. കാരണം അവർക്ക് ഭയത്തോടും വിറലോടും കൂടി മാലാഹമാർ കയറാൻ ഭയപ്പെടുന്ന സ്ഥലം എന്ന് പറഞ്ഞ പോലെ എടുത്തേക്കാണ് അവർ പറയുന്നത്. ഞങ്ങളൊക്കെ ഭക്തിഗാനം ചെയ്താൽ ശരിയാവുമെന്ന് അവർ ചോദിക്കണം, അറിവ് ഒത്തിരി ഉണ്ടെങ്കിലും. അപ്പോൾ ഞാൻ പറയുന്നത് അറിവ് കൂടുന്തോറും ഭക്തിഗാനം ചെയ്യാനുള്ള ഭയം കൂടും. അറിവ് ഒട്ടുമില്ലാതെ ഇരിക്കുമ്പോഴും ആഗ്രഹം വർദ്ധിക്കുമ്പോഴും ഭക്തിഗാനം ചെയ്യാൻ യാതൊരു ഭയം ഉണ്ടാവില്ല. ഭക്തിഗാനങ്ങൾ ഇഷ്ടം പോലെ ചെയ്യും. പക്ഷേ അത് എങ്ങനെയാവുമെന്ന് നമുക്ക് ഭാവിയിൽ മാത്രമേ അതിൻ്റെ ഫലം അറിയാൻ സാധിക്കുകയുള്ളൂ. ബഹുമാനപ്പെട്ട തദേവ് സച്ചനായിട്ടുള്ള ഇൻ്റർവ്യൂ ഇവിടെ അവസാനിക്കുന്നില്ല. അടുത്ത എപ്പിസോഡിൽ അച്ഛൻ്റെ കൂടുതൽ വിശേഷങ്ങളുമായിട്ട്, അച്ഛൻ്റെ കൂടുതൽ ഗാനരംഗത്തുള്ള അച്ഛൻ്റെ
കൂടുതൽ വിശേഷങ്ങളുമായിട്ട്, വ്യക്തിജീവിതത്തിലെ കൂടുതൽ വിശേഷങ്ങളുമായിട്ട് നമുക്ക് അടുത്ത എപ്പിസോഡിൽ വീണ്ടും കണ്ടുമുട്ടണം എന്ന ആഗ്രഹത്തോടെ നിർത്തുന്നു. നന്ദി, നമസ്കാരം.